എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതേ ലിതിയമ്മയും കൊച്ചുകൂടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനും ഏലിക്കുട്ടിയമ്മ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പൊ കുഞ്ഞാവ് ഇന്നുണ്ടായിട്ട് 26 ദിവസമായി. 2 ദിവസം അവിടെ കഴിഞ്ഞ് 28ആണ്. പക്ഷെ 28 നമ്മൾ 56 നടത്തുന്നത്. അതെ, ഏലിക്കുട്ടിയമ്മ ഉണ്ട്, ആദ്യം അകത്തുണ്ട്. പിന്നെ ചെറിയൊരു സങ്കടം ഉണ്ട് ഞങ്ങൾക്ക്. കാരണം നാളെ ആദ്യം വീട്ടിൽ പോവാണ്. അവൻ എക്സാം 18 തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ പോവും. അമ്മ ഇന്ന് അവനെ വിളിക്കാനായിട്ട് വരും. നാളെ എന്നിട്ട് രണ്ടുപേരും കൂടി വിളിച്ചു. അപ്പം ഭയങ്കര സങ്കടത്തിരിക്കുക. അവന് ഭയങ്കര സങ്കടമാണ്. പിന്നെ 18 തീയതി കഴിഞ്ഞിട്ട് പിന്നെ 23 തീയതി എക്സാം ഉള്ളു. അപ്പോൾ അത്രയും ദിവസം അവൻ അവിടെ നിൽക്കുക. എന്താണെന്ന് നമുക്ക് പ്ലാൻ ജ്യൂസ് ഉണ്ടല്ലോ, ചിലപ്പോൾ പോയി കൊണ്ടുവരാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ ഇപ്പോൾ പോകുന്നത് ഒരു സാധനം പറിക്കാൻ വേണ്ടി. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്ന ഒരാൾ ഏലിക്കുട്ടിയമ്മയാണ്. അപ്പോൾ അതെന്താണെന്ന് വിശദമായിട്ട് ഏലിക്കുട്ടിയമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. മയിലുണ്ട്. അപ്പോൾ മയിലുള്ളു പറിക്കാമോ? മയിലുള്ള എന്തിനാ? അതെ. അപ്പം ലിതിമോക്ക് സി സെഷൻ ആയതുകൊണ്ട് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം, ഒരു 10-25 ദിവസത്തിന് ശേഷമാണ് വേദ് പിടിക്കുന്നത്. അപ്പം വേദ് പിടിക്കാൻ വേണ്ടിയിട്ട് മയിലുള്ളു പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അത് പോയിട്ട് വരാം. കുഞ്ഞാവ നല്ല ഉറക്കത്തിലാട്ടോ. കുഞ്ഞാവ എൻ്റെ പൊന്നേ. അപ്പോൾ ഞാനിന്ന് കണ്ണൊക്കെ എഴുതി കൊടുത്തു, സുന്ദരിയാക്കി. അപ്പോൾ ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ സുന്ദരി പെണ്ണ് പാലൊക്കെ കുടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു ഞങ്ങൾ അറിയുന്നൊരു വീട്ടിലാണ് പോകുന്നത്. അത് കുറച്ച് അപ്പുറം പോകണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സാധനം പറിക്കാനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടായ സമയത്താണ് കേട്ടോ പോകുന്നത്, ഒരു 10 വർഷം മുന്നേ. അതുകൊണ്ട് അതെങ്ങനെ ഇരിക്കുന്നത് അന്ന് കണ്ടതായതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. അതൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ 10 വർഷത്തിന് ശേഷം വീണ്ടും അവരുടെ വീട്ടിൽ പോവാണ്. പക്ഷെ അത് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്കത് പറിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ എന്താ ചെയ്യണേ? തൊലി വെച്ചിട്ട് വരാം മാത്രം. ഓക്കെ. എന്തൊക്കെയാണ് വേണ്ടേ അമ്മേ? എന്തൊക്കെയല്ലേ വേണം? മാവ്, പ്ലാവ്, യൂക്കാലി അങ്ങനെ കുറേ ഇലകളൊക്കെ വേണം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ തന്നെ പറയും നമ്മളത് ലിതിമോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാവരോട് സോറി ചോദിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ കുറേ പേര് എന്നും വീഡിയോ ഇടണേ എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് എന്നൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. പക്ഷെ മാക്സിമം ഞാൻ വീഡിയോ എടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇതുപോലെയൊക്കെ എടുത്ത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ പോകുന്നത് മറ്റേ പഞ്ചായത്ത് കിണറില്ലേ, ഇത് അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്നറിയില്ല. ആ കിണർ വഴിയാണ് കയറി പോകുന്നത്. ഇത് പഴയ ഹെൽത്ത് സെൻ്റർ ആട്ടോ. ഇവിടെ വന്ന് നമ്മൾ പനി നോക്കുകയോ ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു പണ്ട്. ആണോ? അവർ തന്നെയാണോ? പക്ഷെ പക്ഷെ നാളെ ഇന്ന് വേറെ ആൾക്കാരാണല്ലോ. രാവിലെ നടക്കാനൊക്കെ വരത്തില്ലേ, നമ്മുടെ കോളേജിൽ പോകുന്ന വഴി, ആ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു റോസ്റ്റ് കൊല കിടക്കുന്നു, എല്ലാവരുടെയും കൊല. പിന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ കടകട സൗണ്ടുകൾ കേൾക്കും. ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ മാക്സിമം പയ്യെ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ നടക്കുന്ന സ്പീഡിൽ അങ്ങോട്ട് ആയിപ്പോകും കേട്ടോ ഈ സൗണ്ട്. കണ്ട നമ്മുടെ ഇവിടെയൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളും. ഇപ്പം നേരത്തെ നമ്മൾ വന്നപ്പം ഈ ഏലമൊക്കെ ഉണങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പം ഏലത്തിൻ്റെ ചെറിയ പച്ചപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഉണങ്ങാനുള്ള ടൈമല്ലേ അമ്മേ? നല്ല ചൂടായി തുടങ്ങി. മഴയില്ലല്ലോ. നമ്മളിതേ ഇവിടെ കണ്ടോ അതേ വീട്ടില്. എൻ്റെ അപ്പൻ്റെ എഴുതിയമ്മ വഴിയാണ് അങ്ങനെ
പറഞ്ഞേ? നടന്ന് പോടുന്നു ഈ വഴിയായിട്ട് ഇറങ്ങിപ്പോണ്ടേ. സോറി. കാട്ടുമുല്ല കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ദേ ഇതാണ് കാട്ടുമുല്ല. നല്ല മണമൊക്കെ ഉള്ള കേട്ടോ. ദേ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവും കാട്ടുമുല്ല. പക്ഷെ എനിക്ക് എൻ്റെ മണം ഇഷ്ടമല്ല. വൊമിറ്റ് ചെയ്യാൻ വരും. ഇതിലെ അങ്ങ് ഇറങ്ങി പോണേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പൂക്കളൊക്കെ ദേ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കട്ടെ. കണ്ട കണ്ടില്ലേ എന്ത് രസമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരി കണ്ട നല്ല ഭംഗിയല്ലേ. അമ്മ എന്തി നല്ല ഭംഗി. നല്ലപോലെ അടിച്ച് വൃത്തിയാക്കിയിട്ടേ. ആഹാ നല്ല രസം കേട്ടോ. മുകളിലേക്ക് ഇത് ഏലത്തോട്ടമാണ്. ഇതെവിടെയൊക്കെ വീടുണ്ട്. പിന്നെ ഇപ്പറേ ഏലത്തോട്ടം. നടുക്കോടെ ഇങ്ങനെ ഒരു വഴി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ താമസിച്ച അടിവാരത്ത് പോകുന്നൊരു ഫീല് കേട്ടോ ഇവിടെ വന്നപ്പോൾ. അല്ലേ അമ്മേ? അടിവാരം വീട്ടിൽ പോകുന്നൊരു ഫീല്. അത് തന്നെ. എവിടം വരെ അടിച്ചൊക്കെ നോക്കി. റോട്ടീന്ന് പോലെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ. അത് തന്നെ. എന്നാലും വൃത്തിയൊക്കെ അടിച്ചിട്ട് അല്ലേ അങ്ങനെ വേണം. ഞാനത് ഇവിടെ എല്ലാവരും പോയില്ലേ ചേച്ചി? ആണോ? എന്നിട്ട് കായുണ്ടായിരുന്നല്ലോ ഇതൊക്കെ വെച്ചാൽ അതൊക്കെ പറിച്ചാൽ ഞാനന്നാ വന്നപ്പോ ഇവിടെയൊക്കെ നല്ല ഇല. ശരിയാ. 10 വർഷമായില്ലേ വന്നിട്ട്? 10 വർഷമായി. 10 വയസ്സാറായിനെ. ചവറുണ്ടായിരുന്നില്ല ചേച്ചി? ചവറുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പറിക്കാൻ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോയാലടി വെച്ചാൽ അല്ലാതെ ഞാൻ ചാക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർ. ശരി. അതിൻ്റെ അകത്ത് കൊള്ളുന്ന മാത്രമേ. ഇത് മതി. തൊലി ഇച്ചിരി അന്നേരം തൊലി ഇത് മതി. ഇതല്ലേ കിടക്കണേ. ചങ്ങാടി മരുന്നിൻ്റെ കൂടെ കൂട്ടിയേ. എന്തോ? അത് തന്നെ. അത് തന്നെ. ഇങ്ങനെ ഈ സാധനങ്ങളൊന്നും അങ്ങനെ ഒരു സാധാരണ പറമ്പിലും ഉണ്ടാവില്ല ചേച്ചി. എല്ലാ പറമ്പിലും ഉണ്ടാകില്ല. മരുന്നുകളെല്ലാം അങ്ങനെ. എല്ലാം പ്രസവം നിർത്തിയപ്പോൾ അങ്ങനെ ഉള്ളത് ഇതുകൊണ്ട് ഇപ്പൊ ഒരു ഉപകാരമായില്ലേ? ഇവിടുന്നല്ല ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നല്ലേ. വളർത്തിയോന്നിപ്പോ തൊടുപുഴയ്ക്ക് വരെ കൊണ്ടു. പ്രിയയുടെ പെണ്ണ് പറ്റപ്പോ ഇവിടുന്ന് പ്രിയ കൊണ്ടുപോയതല്ലേ? ഇവിടെ വന്ന് ജോലി കൊടുത്തോണ്ട് പോയി. ഷേ വരാറുണ്ടോ?
പണിക്ക് വന്നല്ലേ? ഞങ്ങളുടെ കാട്ടിൽ നിൽപ്പുണ്ട്, പക്ഷേ അത് ഭയങ്കര പൊക്കാച്ചി. തോട്ടത്തില് ഒരു പൊക്കാന്ന് പറയാം, ഒടിച്ചെടുക്കൽ നടക്കരുത്. ഇതിങ്ങനെ അല്ലി തിരിക്കണം അല്ലേ ചേച്ചി? അതെ അതെ. ആ നല്ല കിളിർന്നലി ആയതുകൊണ്ടേ കിളിർത്ത് വന്നതാ വെട്ടിയിട്ട്. ചെറുക്കൻ രണ്ടാമത്തെ പെണ്ണ്. അവളുപേര് വരാറുണ്ടോ ചേച്ചി ആരേലും? അതെ, കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് പിള്ളേരും പോകുമായിരിക്കും അല്ലേ? കളിക്കാക്കുള്ളത് മുകളിലേക്കുള്ള കിട്ടട്ടെ, മുകളിലേക്കുള്ള കിട്ടുന്നു. പിന്നെ സൗകര്യത്തിന് കിട്ടിയല്ലോ, അങ്ങ് ഓടിക്കും. മുകളിലേക്കുള്ള പൊങ്ങിപ്പോട്ടെ. ആരാ വന്ന്? അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ആരാ ചേച്ചി? തനീഷേ. കൊച്ചന്നിട്ട് അവളെവിടെയാ? ചേച്ചിയുടെ അടുത്താണോ? ഇറ്റാമ്മ ചേച്ചിയുടെ അടുത്താണോ? ഇവിടെ ഉള്ള എല്ലാം കളഞ്ഞല്ലേ? ഈ കാഴ്ചയൊക്കെ ഈ വിലയുള്ളൂ ഇപ്പോൾ. അല്ല എന്നാലും ഇപ്പോൾ കുറഞ്ഞാലുമേ എന്നാലും 10 രൂപയാണെങ്കിൽ നമുക്ക് വേണ്ടേ ചെയ്യും, ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോഴേ അതെ കയറാൻ പാടാ, വെട്ടിയെടുക്കാൻ പാടാ ചേച്ചി. എന്നാലും ഇത് ഭാഗ്യമായിപ്പോയി, നമുക്ക് ഇത്രയും ചോട്ടി കിട്ടിയില്ലെങ്കിൽ മരത്തെ കയറണ്ടേ. ഇവനൊക്കെ വെട്ടിക്കണം, ഞാനത് നേരത്തെ പറഞ്ഞു വെട്ടിക്കട അവിടെ നിന്നോട്ട് ഒരു മരുന്നാണ് അത് തന്നെ. അതൊക്കെ ചൂടുപനി വരുന്നവർക്ക്. എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു, പിന്നെ ഞാൻ മേടി നോക്കി വെള്ളം കോരി ഒഴിച്ച് നമ്മള് ഇലയൊക്കെ പറിച്ചു കേട്ടോ. പയ്യെ പയ്യെ ഞാൻ പിടിക്കണോ? കൊണ്ടോ അതും കൊണ്ടുപോകുമ്പോ ഞാൻ പിടിച്ചു. ഇത്രയും കൂട്ടിയിട്ട് രണ്ടെണ്ണം ഇട്ടില്ലെങ്കിൽ അത് കൊണ്ടിട്ടാൽ പറിച്ച് മാറ്റി എന്നാൽ കുട്ടിങ്ങനെ എന്താ എടുക്കട്ടെ. വാതക്കൊടി പറിക്കോട്ടെ അമ്മ. ഈ വലിയ ഇട്ടാ പോലെ ഇത് ഉണക്കലേരിട്ട് കഴിഞ്ഞ് വെക്കണം അല്ലേ ചേച്ചി? ഇത് പുറം ചെത്തിക്കളഞ്ഞിട്ട് ഒത്തിരി വെള്ളം നോക്കല്ലോ പനിപനൂന്ന്. എന്നാ പോക്കോട്ടെ. ആ ഷോള് നിലത്തിട്ട് വലിക്കല്ലേ, അതും കൊണ്ടോ ഞാൻ പിടിക്കാം. നമ്മൾ ഇലയും എല്ലാം പറിച്ചു. നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലേ അമ്മേ? അതെ, അമ്മയുടെ സ്വന്തക്കാരാട്ടോ. അമ്മയുടെ സ്വന്തക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം.
അങ്ങനെ 10 വർഷത്തിന് ശേഷമാണ് നമ്മളിത് ഇവിടെ വീട്ടിൽ വരുന്നത് അല്ലേ. പക്ഷേ ഈ വഴികൾക്കൊന്നും മാറ്റമില്ല കേട്ടോ. അല്ല അത്രയധികം അവരവിടെ വീടിൻ്റെ അവിടം തൊട്ട് ദേ ആ കാണുന്ന റോഡ് വരെ അടിച്ചിടുന്നു. അത്ര ഭംഗിയാട്ടോ. വീടൊക്കെ ആണെങ്കിൽ ആ അതെ അത് തന്നെ. വീട് എത്ര കുഞ്ഞിതാണെങ്കിൽ പോലും അത് നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നതനുസരിച്ചിരിക്കും അവിടെ. നല്ല വൃത്തിയായിട്ട് അവരുടെ അടുക്കളയിലൊക്കെ ഒരു പാത്രമൊക്കെ അടുക്കി വെച്ചേക്കുന്നത് നല്ല രസമേ. അതെ നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ വേണം. ഇവിടെയൊക്കെ പറ്റി കേട്ടോ. വെള്ളം ഉണ്ടായിരുന്ന തോടുകളാണ്. ഒരു ആശുപത്രിയിലൊക്കെ പോണ പാടല്ലേ. എടുത്തോണ്ടൊക്കെ വരേണ്ടി വരും ഇതിലെ. ആശുപത്രിയിലൊക്കെ പോകണമെങ്കിലേ അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതെ നമ്മൾ റോട്ടിലെത്തി. നമ്മൾ ഇല പറിക്കാൻ പോയി തിരിച്ചു വരുന്നു. അതെ അതെ ഇല പറിച്ചേട്ടാ. മടുത്ത് തിരിച്ചു വരും. മടുത്തൊന്നുമില്ല. ഇപ്രാവശ്യം മരത്തിലൊന്നും കയറണ്ടോന്നില്ലല്ലോ. ഞാൻ മടുത്തില്ല. ഞാൻ മടുക്കും. അത് ശരി. മടുക്കുന്നത് അത് ശരി. മടുക്കും. ഞാൻ വീട്ടിൽ ഇന്നത്തെ പണികൾ മുഴുവൻ ചെയ്ത് മടുത്ത്. എനിക്കാണെങ്കിൽ വരണമെന്ന് തീരെയില്ലായിരുന്നു. പക്ഷേ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല അവരുടെ വീട്ടിൽ പോകുന്നത്. അതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഇന്നാണെങ്കിൽ നല്ല പണിയൊക്കെ ഉള്ളത്. അത് തന്നെ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റി. നമുക്കൊരു വീഡിയോ ആയി. അപ്പോൾ അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരുടെ വീട്ടിൽ പോയിട്ട്. നല്ല എനിക്കെന്തോ പഴയ ഒരു അത് ഐശ്വര്യമുള്ള വീട്. നമ്മുടെ വീടിൻ്റെ വലിപ്പത്തിലോ ഭംഗിയിലോ ഒന്നും അല്ല കാര്യം. നമ്മൾ ആ ഒരു വീട് അത് തന്നെ. വീട് എത്ര ചെറുതാണെങ്കിലും അത് എത്ര മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്ന അതാണ് ആ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. റോഡ് സൈഡിൽ കൂടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. വീട്ടിലേക്ക് പോവാണ്. ഞാൻ ദേ കട വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ പോവാണ്. അത് ഇവിടെ നിൽക്കുമോ? ഞാൻ അപ്പുറം മേളിൽ കയറി നിൽക്കും. അല്ല ഇവിടെ നിൽക്കാം. ഒരു ഞാൻ കൊണ്ടുവരാം. നിൽക്കാം അവിടെ നിൽക്കുക. ഞാൻ വേഗം പോയിട്ട് വരാം. ആ കടയിൽ പോയിട്ട് ഇത് തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ട സീറ്റ് പൊറോട്ട വാങ്ങി. സീറ്റ് പൊറോട്ട നിങ്ങളുടെ അവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഞാനങ്ങനെ അധികം നാട്ടിലേക്കൊന്നും കൊല്ലത്തൊന്നും കണ്ടിട്ടില്ല സീറ്റ് പൊറോട്ട. അപ്പോൾ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നടന്ന് വേർത്തു. അമ്മച്ചി മേലിൽ നിൽക്കാന്ന് പറഞ്ഞു. അമ്മച്ചി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ പോകുന്നു. മഴയ്ക്ക് നല്ല കോളുണ്ട് കേട്ടോ. മഴയ്ക്ക് പെയ്യാനായിട്ട് ഇങ്ങനെ കാർമേഘമൊക്കെ മൂടി കിടപ്പുണ്ട്. നിൽക്കാം. ഞാൻ കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്യൂ. അയ്യോ ഇവിടെ അവിടുത്തെ കുഞ്ഞാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജയിലിനകത്ത് നിൽക്കുന്നല്ലോ ഒരാൾ നോക്കിയിരിക്കുന്നത്. ദിദിമോളതേ ഓള്. ഹായ്. അപ്പം ഞങ്ങളിതേ വീട്ടിലെത്തി. ഇനി ചായ കുടിക്കണം. ദേ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിലിരിക്കണം കേട്ടോ. അപ്പം അതേ നമ്മുടെ അന്നക്കുട്ടി ചേച്ചി അവിടെ വന്ന് നിൽപ്പുണ്ട്. ഹായ്. അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ ചായ കുടിക്കാൻ പോകട്ടോ. ഇന്ന് എല്ലാവരും ചായ കുടിക്കണം കേട്ടോ. നമ്മുടെ അന്നക്കുട്ടി ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ സീറ്റ് പൊറോട്ട കാണിച്ചത്. ഇതാണ് സീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ അവിടെ കാണുമായിരിക്കും. നമ്മളിവിടെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പം കഴിഞ്ഞത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നാളെ പോവായതുകൊണ്ട് അവന് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊരു ടാബ്ലറ്റ് മേടിക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ ഞാൻ കട വരെ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ ലിതിമോൾക്കുള്ള വേദിനുള്ള പരിപാടികളൊക്കെ അപ്പുറം നടത്തണതുണ്ട പുകയൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് വേദി ചെയ്തിട്ടിട്ട് നാളെയാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എന്തായാലും
ഇനി നിങ്ങൾ മുന്നോട്ട് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ കുറേ പേര് നമ്മളെ മെസ്സേജ് അയച്ചിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് കുറേ വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേ ഒരാൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഹായ്. ഓരോ പണിയിലാണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ പയർ മുളച്ച് വന്നു, അതുപോലെ ഇത് കപ്പ ഇട്ടേക്കൊന്ന് മുളച്ചിട്ടുണ്ട്. ചീര ഞാൻ വിതറിയോണ്ടാന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കിടപ്പുള്ളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചീര എന്തോ മണലിൻ്റെ ഒപ്പം എന്തോ ആണ് പാകേണ്ടത്, മണ്ണിൻ്റെ ഒപ്പം എന്തോ പാകണം, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അത് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ കടയ്ക്ക് പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മെ കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹായ് ബൈ. ബൈ.